ഈ ഫാമിലിയെ ഫാദറിന് എങ്ങനെ അറിയാം? ഞങ്ങളുടെ ഓർഫനയിലായിരുന്നു രണ്ടുപേരും, ആനിയും ജോണിയും. ലവ് മാരേജാ. ആനിക്ക് സെമിനാരിയിലെ കുട്ടികളെ വയലിൻ പഠിപ്പിക്കുന്ന ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ജോണി മലനാട് പ്ലാന്റേഷൻസിൽ ഡ്രൈവറാ. ആ വരൂ. കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് തലവേദന, പനി ഒക്കെ വരാറുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. ഈ ആക്സിഡന്റിന് ശേഷം. നോ, ഐ എം ആസ്കിംഗ് അബൌട്ട് യു. എനിക്കോ? മൂക്കിൽ നിന്നും സാധാരണ ബ്ലഡ് വരിക, അങ്ങനെ എന്തെങ്കിലും? ഓ, 2-3 തവണ എങ്ങനെ ഉണ്ടായി. ഡിസ്പെൻസറിയിൽ നിന്ന് പറഞ്ഞത് സൈനസൈറ്റിസിന്റെ ആണെന്നാ. ഒരു തരം വല്ലാത്ത തലവേദന എന്ന് വെച്ചാൽ യൂഷ്വൽ അല്ല, ഇങ്ങനെ അകത്ത് വന്ന് സ്ക്വീസ് ചെയ്യുന്ന മാതിരി. ഇടയ്ക്കിടയ്ക്ക് വരും, ഈ ചെന്നിക്കുത്ത് പോലെ. എന്തെങ്കിലും മരുന്ന് കഴിക്കും, അപ്പൊ തന്നെ മാറുകയും ചെയ്യും. എന്താ ഡോക്ടറെ? ഒന്നുമില്ല. മിസ്സിസ് സാനി ഒരു 5 മിനിറ്റ് പുറത്തിരിക്കുമോ? അല്ല, എനിക്ക് മനസ്സിലായില്ല. കുട്ടിക്കല്ലേ ആക്സിഡന്റ് പറ്റിയത്, അതിന് അമ്മയെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യണോ? അതല്ല ഫാദർ, കുട്ടിക്ക് വേണ്ടിയാണ് അവരുടെ ബ്ലഡ് എടുത്തത്. ആദ്യം ഒരു സംശയം തോന്നി, അത് റീകൺഫേം ചെയ്തു. ഐ വാസ് ഗോയിങ് ത്രൂ ദി ലാബ് റിപ്പോർട്ട്സ്. ഫാദർ, ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ ഫാദർ? ജോണി എന്ന് വരും. 2 ദിവസം കഴിയും. എന്താ? എന്താ അച്ചോ? എന്നീന്ന് എന്താ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ മോന് വല്ല കുഴപ്പമുണ്ടോ? ഏയ്, he is all right. പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത്? ആനി ഏതായാലും കുറച്ച് റെസ്റ്റ് ചെയ്യണം. ഞാനോ? എന്തിന്? എനിക്ക് അങ്ങനെ അസുഖമൊന്നുമില്ലല്ലോ. അങ്ങനെയല്ല, ഈ ഡോക്ടർമാര് പറയുന്നത് അങ്ങനെ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വൈസ് ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എന്നോട് തുറന്നു പറയണം. ഈ പ്രായത്തിൽ ഒരുപാട് അനുഭവിച്ചവളാ ഞാൻ. എന്തും താങ്ങാനുള്ള മനക്കരുത്ത് എനിക്കുണ്ട്. എന്താച്ചോ? ഡോക്ടർ പറയുന്നത് ടെസ്റ്റ് ചെയ്തപ്പോ ആനിയുടെ ബ്ലഡിൽ ഈ വൈറ്റ് കോർപ്പസൽസിന്റെ കൗണ്ട് വളരെ കൂടുതലാണെന്നാണ്. അതിന് മരുന്ന് കഴിച്ചാൽ മാറില്ലേ? മരുന്ന് കഴിച്ചാൽ കുറച്ച് പഴകിപ്പോയത് കൊണ്ട് ചീത്തയാകുന്ന ബ്ലഡ് മാറ്റി പുതിയ ബ്ലഡ്, ഈ ട്രാൻസ്ഫ്യൂഷൻ എന്നൊക്കെ പറയുന്ന അതല്ലാതെ
വേറൊന്നും ചെയ്യാനില്ലെന്നാ ഡോക്ടർ പറയുന്നത്. എന്റെ കർത്താവേ, ആനി, തളർന്നു പോകരുത്. മനസ്സിന്റെ ശക്തി ചോർന്നു പോകാൻ സമ്മതിക്കരുത്. ആയുസ് നീട്ടിക്കിട്ടാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടുന്ന് പോകുമ്പോഴേ എനിക്കൊരു ലക്ഷണപ്പശക തോന്നിയതാ. ഛെ. നീ ആ വണ്ടിയുടെ നമ്പർ ശ്രദ്ധിച്ചായിരുന്നു മക്കളെ? ഞാൻ ആ വണ്ടി പോലും കണ്ടില്ല ചാച്ചാ. പിന്നെങ്ങനെയാ നമ്പർ ശ്രദ്ധിക്കുന്നേ? കള്ള കഴിവറാമോമാര്. എന്നാ ഒന്ന് നിർത്തി കുഞ്ഞിനെന്തെങ്കിലും പറ്റിയോന്ന് നോക്കുക. അവനെയൊക്കെ എന്റെ കൈ കിട്ടിയായിരുന്നെങ്കിൽ. ഞാനില്ലാത്തപ്പോ നീയല്ലേ ആനി കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ? ആനി, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. ഡേടാ, അതൊക്കെ ഇറങ്ങ. ഒരാഴ്ച നല്ലോണം ശ്രദ്ധിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. എല്ലാം കരിഞ്ഞോടാ? ആ കരിഞ്ഞു. മോനു വേണ്ട, നീ എടുക്കണ്ട. ആരുമില്ല. ചാച്ചാ, ഞങ്ങളെയും കൂടെ ഒരു റൗണ്ട് കൊണ്ടുപോവോ? പിന്നെന്താ, വേറെ മക്കൾ വണ്ടിയത്? എന്താ, എന്തു പറ്റിയമ്മേ? ഒന്നുമില്ല. എന്തിനാ അമ്മ കരയുന്നേ? പേടിച്ച പോലെ ഒരു അപകടവും ഇല്ലാണ്ട് ടോണി തിരിച്ചു വന്നല്ലോ. അതിന്റെ സന്തോഷത്തിലാ. എല്ലാവർക്കും ഇത്തിരി കാപ്പി തിളപ്പിക്കാം. നീ ആ വിറയും കിട്. വിവരങ്ങളൊക്കെ അവനെ ഇങ്ങനെ അറിയിക്കാതിരിക്കുന്നത് ശരിയാണോ? അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല. അവൻ വില്ലനും കള്ളനും ഒന്നും അല്ലച്ചോ. മനസ്സിന് കട്ടിയില്ലാത്തവനാ, ഒരു പാവം. ഈ വിഷമം കയറി അവനിനി കള്ളുഷാപ്പിൽ തന്നെ താമസമാക്കുമെന്ന ആനയുടെ പേടി. എന്നോടൊന്ന് പറയാനാ അവിടെ പറയുന്നേ. ഞാൻ എങ്ങനെയാ അച്ചോ ഇങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അച്ഛൻ വല്യപിതാവിനെ കാണുമ്പോൾ ഒന്ന് പറയണം. ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാ. ഏറിപ്പോയാൽ അവക്കിനി ഒരു കൊല്ലം. ഞാൻ പറഞ്ഞു നോക്കാം. അച്ഛൻ പറഞ്ഞു നോക്കിയാ പോരാ, അരവനെന്ന് സമ്മതിപ്പിക്കണം. സമ്മതിപ്പിക്കാം.